ഇഷ്ടമാണ് നബിയേ. അവൻ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ കൂട്ടായി പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ അവനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെയും പള്ളിയുടെയും അഴുതയുടെയും പേപ്പട്ടിയുടെയും രൂപത്തില് അല്ലാഹുവേ നാളെ പരലോകത്ത് കടന്നു വന്ന് ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ നിങ്ങളെ ബുരുജാണ് മുകളിൽ സൂര്യനാ ചൂടുള്ള നാളുണ്ട് ഖിയാമനാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള ശീലത്തിനാലൊലിക്കുന്നതാടേയിള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല ചെന്നാൽ കോള നിന്റെ തലച്ചോറ് ചിളച്ചന്റെ മുഖത്ത് കൂടെ ഒലിച്ചറിയുന്ന ഒരു ദിവസം നിനക്ക് വരാറുണ്ടടാ. അടുപ്പില് ചോറ് വെച്ചിട്ട് ചോറിന്റെ പാത്രത്തിനകത്ത് കിടന്ന് തിളച്ചു മറിയുമല്ലോ, പതയിങ്ങനെ നുരഞ്ഞു പൊങ്ങുമല്ലോ. ഇതുപോലെ നിന്റെ തലയൂട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിനമുണ്ട് മോളെ. ഈ ദിവസത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ മീകായിൽ എന്ന് പറയുന്ന മലക്ക് നിന്നെ മറക്കൂല, നിന്നെ വല്ലാത്ത ഇഷ്ടമാ. കാരണം മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാ. അന അസ്മീഹി മിൻ ഹൗദിക യാ റസൂലല്ലാഹ്, ഞാൻ കുടിപ്പിക്കും നബിയേ അങ്ങയുടെ ഹൗദൽ കൗസറിന്റെ ചാരത്ത് ഞാൻ കൊണ്ടുവരും നബിയേ. ഹൗദൽ കൗസറിന്റെ ചാരത്ത് നിന്ന് കൊണ്ടുപോകുമടാ. ഒരിക്കൽ കുടിച്ചാ ജീവിതത്തിൽ ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞോ പിന്നെ ഒരിക്കലും ദാഹമുണ്ടാകാത്ത ഹൗദൽ കൗസർ എന്ന് പറയുന്ന പാനീയം നിനക്ക് വേണോ? മുത്തുനബിയുടെ കയ്യിൽ നിന്ന് കുടിക്കണോ? സ്വലാത്ത് പറഞ്ഞോ, സ്വലാത്ത് പറഞ്ഞോ. അന അസ്ഖീഹി മിൻ ഹൗദിക യാ റസൂലല്ലാഹ്, ഞാനവിടെ കൊണ്ടുവരും നബിയേ, ഞാനവിടെ നിന്ന് കുടിപ്പിക്കും നബിയേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കിനെ നിനക്കറിയുമല്ലോ. സൂറെന്ന് പറയുന്ന കാകടത്തിൽ ഊതുന്ന മലക്കാണല്ലോ. നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് നീ കടന്നു ചെല്ലുമ്പോ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. ഒരാളും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് സ്വലാത്ത് പറഞ്ഞ നീ അങ്ങ് ചെല്ലുമ്പോ അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുകയാ. അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുമ്പോ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീഴുകയാ. കൂട്ടായിരപ്പെങ്ങള് അല്ലാഹു നാളെ നിന്നെ വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുമ്പോ, സലാത്ത് പറഞ്ഞ് നിന്നെ വിളിക്കുമ്പോ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പടച്ചറപ്പിന്റെ മുന്നിൽ അങ്ങ് സുജൂദിൽ വീഴുകയാണ്. അല്ലാഹു പറയുന്നു, എഴുന്നേക്ക് ഇസ്രാഫീൽ, എഴുന്നേക്ക് ഇസ്രാഫീൽ. ഇല്ല അല്ലാഹ്, ഞാനിവിടെ നിന്ന് എഴുന്നേക്കില്ല അല്ലാഹ്. കാരണം എന്തെന്നറിയോ? അനാ അസ്ജുദു ലില്ലാഹി തആല മാറുഫഉ റഅസി ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. ഈ പാവപ്പെട്ടവൾക്ക് പുറത്തു കൊടുക്കാതെ, ഇവളോട് കരുണ കാണിക്കാതെ, ഇവൾക്ക് സ്വർഗം കൊടുക്കാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കില്ല റബ്ബേ. ഇവിടെ സ്വലാത്ത് പറഞ്ഞവളാ, അല്ലാഹുവിന്റെ
റസൂലിനെ സ്നേഹിച്ചവളാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 9 മാസക്കാലം ഗർഭം ചുമന്ന നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മയുണ്ടല്ലോ, നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പയുണ്ടല്ലോ, നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ ഉമ്മയുടെ കൂടെ കിടന്ന നിന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുണ്ടല്ലോ, നീ ചങ്കാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന കൂട്ടുകാരുണ്ടല്ലോ. എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു മലക്കവാട മുന്നിൽ സുജൂദിൽ കിടന്ന് കരയുകയാണ് റബ്ബേ. ഇവന് സ്വർഗം കൊടുക്കുറപ്പേ, ഇവന് പുറത്തു കൊടുക്കുറപ്പേ, ഇവനോട് കരുണ കാണിക്കുറപ്പേ. അല്ലാഹുവേ, ഇല്ലാതെ തല ഉയർത്തില്ല സ്വലാത്ത് പറയുന്നവന് വേണ്ടി ഇസ്രാഫീൽ കിടക്കുമെന്നോ. മഹാനായ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിനക്കറിയുമോ? ഇഷ്ടമാടാ ചെറുപ്പക്കാരാ, നിന്നോട് വല്ലാത്ത സ്നേഹമാ. മറക്കൂല, ജിബ്രീൽ മറക്കൂല. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കലർന്നു തന്നിട്ട് സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, നരകത്തിന്റെ മുകളിലൂടെ പടച്ചറപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് ഉണ്ടല്ലോ. ഈ പാലത്തിലൂടെയല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, അല്ലാതെ ഒരു വഴിയില്ലല്ലോ. വല്ലാത്ത നീളമാണല്ലോ. സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സ്വൈബി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സിറാത്തിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. സഹോദരാ, സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെയല്ലാതെ പോകാൻ പറ്റൂല. കേറുമല്ലോ, ഈ ലോകത്തുള്ളവര് മുഴുവനും അതിന്റെ മുകളിൽ കേറുമല്ലോ. സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലേക്ക് കാലെടുത്തു വെക്കാൻ പേടിച്ചു വിറച്ച് നീ ഇങ്ങനെ നിൽക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. വാടാ ചെറുപ്പക്കാരാ, വാടാ ചെറുപ്പക്കാരാ, അനാഖിദൻ ബിയദിഹി വയമുറു അല സിറാത്ത്. വാടാ, നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നിന്റെ കരങ്ങളിൽ പിടിച്ചിട്ട് അവിടുന്ന് സിറാത്ത് കടന്ന് പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച നബികളും തേനബികളും ഒടുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ നിന്നെ കൊണ്ടുപോയി വിടുമെന്ന് മുത്തുനബി അവിടുന്ന് പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സ്വലാത്ത് പറഞ്ഞോ, സ്വലാത്ത് പറഞ്ഞോ, രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരോട് പറയുന്നു, 5ാമത്തെ വിഭാഗമാരാ. ഇതുകൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അതിന്റെ സദസ്സിലിരുന്ന് സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്തു ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമല്ലോ, ഇന്ന് വീട്ടിലേക്ക് കടന്നു ചെല്ലുമല്ലോ, ഭക്ഷണം കഴിക്കുമല്ലോ. അവസാനം എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് അവസാനം കിടന്നുറങ്ങാൻ പോകുമല്ലോ, കിടന്നുറങ്ങാൻ പോകുമല്ലോ. ഒതുവെടുക്കണേടാ ചെറുപ്പക്കാരാ, ഒതുവെടുക്കണേടാ ചെറുപ്പക്കാരാ, ഒതുവെടുക്കാതെ ഉറങ്ങല്ലേ, ഒതുവില്ലാതെ ഉറങ്ങല്ലേ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ എങ്ങനെ കഴിയുന്നടാ ചെറുപ്പക്കാരാ? ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങാവൂ. കാരണമെന്തെന്നറിയോ? ഉറക്കമെന്ന് പറയുന്നത് മരണമാ, ഉറക്കമെന്ന് പറയുന്നത് മരണമാ. മോനെ, വെറുതെ പറഞ്ഞതല്ല. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പറയുന്നത് എന്താ? അൽഹംദുലില്ലാഹ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയം അൽഹംദുലില്ലാഹ് പറയണമല്ലോ. എന്തിനാ പറയുന്നത്? എന്തിനാ പറയുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ
ഇലൈഹിൻ നുശൂർ. മരിച്ചു കിടന്ന എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാനുള്ള അവകാശം തന്നല്ലോ. നിസ്കരിക്കാനും നന്മകൾ ചെയ്യുവാൻ എനിക്കൊരു ദിവസം കൂടെ തന്ന അല്ലാഹ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഉറക്കമെന്ന് പറഞ്ഞ മരണമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങണേ. തലഭാഗത്ത് മലക്ക് വരികയോ, അല്ലാഹുവിന്റെ മലക്ക് നിന്റെ തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. പടച്ചറപ്പേ, നീ ഉറങ്ങുമ്പോ, നീ കിടന്ന് ഉറങ്ങുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കിടന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹ് ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്, ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ റബ്ബേ. ഇവനെ പുറത്തു കൊടുക്കണേ റബ്ബേ. ഇവനോട് കരുണ കാണിക്കണേ റബ്ബേ. ഇവന് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. മൻ ബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖിദു സഅത്തുൻ മിൻ ലൈലി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഒരു മലക്ക് നിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് നീ ഉണരുന്നത് വരെ ദുആ ചെയ്യുകയാ. ഒരാൾ ഒന്നുവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ അവൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് വരെ അവന്റെ തലയുടെ ഭാഗത്ത് നിന്ന് മലക്ക് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുവില്ലാതെ ഉറങ്ങരുത്. നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഒലുവെടുത്തിട്ട് കിടക്കണം. നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഒലുവെടുത്തിട്ട് വേണം കിടക്കാൻ. കാരണം അത് ഉറക്കമല്ല, മരണമാണ്. ആ രാത്രി നീ മരിച്ചുപോയാൽ നീ എത്ര വലിയ ഭാഗ്യവാനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആ കിടപ്പിൽ കിടന്ന് മരിച്ചുപോയാൽ നമ്മൾ എത്ര വലിയ ഒലുവെടുത്തിട്ട് വേണം മരിക്കാൻ. മരിക്കുമ്പോ ഒലുവോടുകൂടി മരിക്കണേ, ഒലുവോടുകൂടി മരിക്കണേ. പ്രതിഫലമെന്തെന്നറിയോ? ഓനെ ജിബ്രീലിനെ കണ്ടിട്ടുണ്ടോടാ ചെറുപ്പക്കാരാ? പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് വഹീമായിട്ട് ഇറങ്ങി വന്നിട്ടുള്ള ജിബ്രീലിനെ നീ കണ്ടിട്ടുണ്ടോ? കാണണോടി പൊന്നുമോള്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളോട്, നിനക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ കാണണോ? ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങിക്കോ. ഒതുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒതുവെടുത്ത് കിടക്കുന്ന സമയത്താണ് നീ മരിക്കുന്നതെങ്കിലോ, ഒതുവെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് നീ മരിക്കുന്നതെങ്കിലോ, ഓനെ അസ്റായില് മാത്രമല്ല, റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ മാത്രമല്ല, അതാ വരികയാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. മടാ പൊന്നുമോരെ, ഉപ്പമാരെ, ഒതുവോടുകൂടിയാണ് മരിക്കുന്നതെങ്കിലോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് മരിക്കാനുള്ള ഭാഗ്യമാ. എത്ര വലിയ ഭാഗ്യവാ സഹോദരാ, എത്ര വലിയ ഭാഗ്യവാ സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന വിഭാഗമാരാ? അല്ലാഹുവിന്റെ മലക്കിന്റെ ദുആ കിട്ടുന്ന ഒന്നാമത്തെ വിഭാഗം ജീവിതത്തിൽ ചെയ്തു പോയ പാപം അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുന്നവർ, തൗബ ചെയ്യുന്നവർ. 2, ഇമാമു വലല്ലാലീൻ എന്ന് പറയുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞ് മലക്കുകളുടെ ആമീനുമായി യോജിക്കുന്നവർ. 3, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ വിഭാഗം ആരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ വിഭാഗം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്നവർ. 4ാമത്തെ വിഭാഗം മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ സഹോദരൻ നിന്റെ കൂടെയില്ലാത്ത സമയത്ത് അവന് വേണ്ടി ദുആ ചെയ്യുന്നവൻ. 5, എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ കൊടുക്കുന്നവർ. അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വീട് കാണാൻ അള്ളാഹുവിന്റെ മലക്കുകൾ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആരുടെ വീട്? ആരുടെ വീട്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ പഠിക്കേണ്ടത് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വരേണ്ട ഭർത്താവിനെ കാണാതെ ഇങ്ങനെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കുക. ഭർത്താവ് പള്ളിയിൽ പോയതാ, മോനും ബാപ്പയും കൂടെ പള്ളിയിൽ പോയിട്ട് കാണുന്നില്ല, ഇങ്ങനെ തെരഞ്ഞു നിൽക്കുകയാ. ഇന്നത്തെ പെണ്ണുങ്ങൾ പറയും ഇത്തിരി താമസിച്ച് വന്നാൽ മതിയെന്ന്. നമ്മുടെ ഭാര്യമാര് പറയും ഇത്തിരി താമസിച്ച് വന്നാൽ മതിയെന്ന്. കാരണം സീരിയൽ തീരുമ്പോൾ വന്നിട്ടേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ അയാൾ വന്നിട്ട് ഇങ്ങനെ മാറ്റിയിരിക്കും. അതുകൊണ്ട് എങ്കിൽ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകനും മുത്തുനബിയുടെ മുന്നിൽ പോയതാ, നിസ്കരിക്കാൻ പോയതാ, പള്ളിയിൽ പോയതാ, കാണുന്നില്ല. അങ്ങനെ കാത്തു നിൽക്കുക. അങ്ങനെ കാത്തു നിൽക്കുമ്പോ അതാ ഇങ്ങനെ ദൂരേന്ന് ഇങ്ങനെ നടന്നു വരുന്നു വാപ്പായും മോനും. സന്തോഷമായി, അൽഹംദുലില്ലാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹുവിന് സന്തോഷമായി. പക്ഷെ ഇങ്ങനെ വീടിനടുത്ത് വന്നപ്പോ നോക്കുമ്പോ മൂന്നാമതൊരാൾ കൂടെ ഉണ്ട്, ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ. സലാം പറഞ്ഞു വീടിനകത്ത് കയറി. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, കൂടെ ആരാ ഉള്ളത്? അതൊരു സാധുവായ മനുഷ്യൻ. ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിൽ ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഒരു പാവപ്പെട്ടവനുണ്ട്, ആരാ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുപോയി കൊടുക്കാൻ നബിയെ. വിളിച്ചുകൊണ്ട് വന്നതാ, ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് വന്നതാണ്. ആ മനുഷ്യനാണ് എന്റെ കൂടെയുള്ളത് എന്ന് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ കരയാൻ തുടങ്ങി. പടച്ചോനെ, ഈ മനുഷ്യൻ എവിടുന്നാ ഭക്ഷണം കൊടുക്കുക? ഇന്ന് നമ്മുടെ മക്കള് നമ്മൾ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ആകെ അല്പ ഭക്ഷണമാ വീട്ടിലുള്ളത്. ഇന്ന് വാപ്പയും ഉമ്മയും കൂടെ പട്ടിണി കിടന്നിട്ട് അത് മോന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹും ഉമ്മു സുലൈമും ഇന്ന് പട്ടിണിയാ. ഇവരുടെ രണ്ടുപേരുടെയും ഭക്ഷണം കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം അനസ് എന്ന് പറയുന്ന മകന് കൊടുക്കാൻ. ആകെ അനസിന് തിന്നാനുള്ള ഭക്ഷണമേ ഉള്ളൂ. അപ്പൊ ഈ പാവപ്പെട്ടവൻ എങ്ങനെയാ കൊടുക്കുക? രണ്ടുപേരും വീടിനകത്തിരുന്ന് കരയാൻ തുടങ്ങി. റബ്ബേ, ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞു കൊണ്ടുവന്നതല്ലേ, എന്ത് ചെയ്യും? കുറെ കഴിഞ്ഞപ്പോ വാപ്പായും ഉമ്മായി അടുക്കളയിൽ കയറിയിട്ട് കാണുന്നില്ല. മോനും തെരഞ്ഞുപോയി. അനസ് റളിയല്ലാഹു തആല അൻഹു ചെന്ന് നോക്കുമ്പോ ഉമ്മയും വാപ്പയും ഇരുന്ന് കരയണു. മോനെ, എന്തേ ഉമ്മ? മോനെ, ഉപ്പ വിളിച്ചു കൊണ്ടുവന്ന് കൊടുക്കാൻ, മനുഷ്യന് ഭക്ഷണം കൊടുക്കാനില്ല. അങ്ങനെ മൂന്ന് പേരും അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞു തരാം. ഈ ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിലിടാം, എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാനിരിക്കാം. നിങ്ങൾ മൂന്ന് പേരും കൂടെ കഴിക്കാനിരിക്കുന്ന സമയത്ത് ഈ മകനോട് ഉമ്മ പറഞ്ഞു കൊടുത്തു, മോൻ എന്ത് ചെയ്യണം? വിളക്ക് തട്ടിയങ്ങ് അണയ്ക്കണം. മോൻ കൈകൊണ്ട് വിളക്ക് തട്ടിയങ്ങ് അണയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? മോൻ വാരി തിന്നരുത് ഭക്ഷണം. ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന മകനോടൊരു ഉമ്മ പറഞ്ഞു കൊടുക്കുന്നു, മോൻ എന്ത് ചെയ്യണം? വാരി തിന്നരുത്, തിന്നുന്നവരെ പോലെ അഭിനയിക്കണം. ആ സാധു തിന്നട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്തു വെച്ചു. മൂന്ന് പേരും കൂടെ തിന്നാനിരുന്നു. പാത്രത്തിലേക്ക് കൈയിട്ടപ്പോ ആ അനസ് എന്ന് പറയുന്ന 11 വയസ്സുള്ള മകൻ തന്റെ കൈകൊണ്ട് വിളക്ക് തട്ടിയണച്ചു. എന്നിട്ട് ഇരുട്ടത്ത് വാരി തിന്നില്ല. അവര് രണ്ടുപേരും വാപ്പയും മകനും കൂടെ തിന്നുന്നവരെ പോലെ ഇരുന്ന് അഭിനയിച്ചു. ആ മനുഷ്യൻ ആ ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാഹ് ദുആ ചെയ്ത് ഇറങ്ങിപ്പോയി. അന്ന് വാപ്പയും ഉമ്മയും മകനും കൂടെ പട്ടിണി കിടന്നു. അവര് മൂന്ന് പേരും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ മൂന്ന് പേരും അഭിനയിച്ചു. ആരും പരസ്പരം കുറ്റം പറഞ്ഞില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വാപ്പയും ഉമ്മയും മകനും കൂടെ പട്ടിണി കിടന്ന് ഉറങ്ങുകയാണ്. എപ്പോഴോ തളർന്നവർ ഉറങ്ങിപ്പോയി. പക്ഷേ രാവിലെ സുബഹിക്ക് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റു. പടച്ചവനെ, ഭാര്യയെ വിളിച്ചുണർത്തി. എന്നിട്ട് പറഞ്ഞു, മകനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ, തന്റെ പൊന്നു മകനെ വിളിച്ചുണർത്താൻ. പടച്ചവനെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകന്റെ അടുക്കൽ ചെന്ന് വിളിക്കുമ്പോ മകൻ പറഞ്ഞു, വാപ്പാ, നടക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പാ
തളർന്നു കിടക്കുകയാണ്. ആ 11 വയസ്സുകാരൻ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുകയാണ്. വാപ്പ പറഞ്ഞു, എന്റെ ചുമലിൽ കേറ്റാ മോനെ. തന്റെ പൊന്നുമോനെ എടുത്ത് ചുമലിൽ വെച്ചുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് പോയി. പടച്ചവനെ, നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ചോദിക്കുന്നു, ഐന അബൂ തൽഹ, എന്റെ അബൂ തൽഹ എവിടെ? പള്ളിയുടെ മൂലയിൽ തളർന്നിരിക്കുന്ന അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെയുണ്ട് നബിയേ, ഞാൻ ഇവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ അടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അബൂ തൽഹ, ഇന്നലെ വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്നുണ്ടല്ലോ, ഇന്നലെ വിളക്കണച്ചിട്ട് നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും കൂടെ ഇന്നലെ നിങ്ങളുടെ വീടിനകത്ത് നടത്തിയ വിരുന്നുണ്ടല്ലോ, അത് അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ വീടിന്റെ അകത്ത് നടന്നത് എങ്ങനെ അറിഞ്ഞു നബിയേ? ഞങ്ങളുടെ വീടിന്റെ അകത്ത് ഞങ്ങൾ 3 പേരും മാത്രം അറിഞ്ഞ കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ മാത്രമല്ല അറിഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ ഒരേ ഒരു വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നലെ രാത്രി ജിബ്രീൽ വന്നു, വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. ഇന്നലെ ജിബ്രീൽ വന്നു അബൂ തൽഹ, ഇന്നലെ ജിബ്രീൽ വന്നു അബൂ തൽഹ. ഇന്നലെ രാത്രി ഖുർആനിൽ ആയത്തിറങ്ങി, നിന്റെ ഭാര്യയും മകനും കൂടെ പട്ടിണി കിടന്നിട്ട് അഭിനയിച്ചപ്പോ അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്റെ വീടിനെ കുറിച്ച് ആയത്തിറങ്ങി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അബൂ തൽഹ, ഇന്നലെ നീയും നിന്റെ ഭാര്യയും മകനും കൂടെ പട്ടിണി കിടക്കുന്നത് കാണാൻ, ഇന്നലെ നീയും നിന്റെ ഭാര്യയും പൊന്നുമോനും കൂടെ പട്ടിണി കിടക്കുന്നത് കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട്ടിൽ വന്നു. അല്ലാഹുവിന്റെ മലക്കുകൾ സുബഹി വരെ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വന്നു. എന്തിനാ? നിങ്ങളെ കാണാൻ, നിങ്ങളുടെ വീട് കാണാൻ. സദക്ക കൊടുത്ത, ഭക്ഷണം കൊടുത്ത നിന്നെയും നിന്റെ ഭാര്യയെയും പൊന്നുമോനെയും കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നെന്ന് മുത്തുനബി പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന രോഗികള്, ആ പാവങ്ങൾക്ക് കൊടുക്കുന്ന ബെഡുണ്ടല്ലോ, പടച്ചവനെ ഒന്ന് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മൂത്രപ്പരവര പോകാൻ പറ്റാത്ത പാവപ്പെട്ടവരായ രോഗികൾക്ക് ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന വീൽചെയറുകള്, മരണ വീട്ടിൽ കൊണ്ടുപോകുന്ന കസേരകള്, പടച്ചവരെ, ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരായി പ്രിയപ്പെട്ട സഹോദരങ്ങള് വാടക റൂമിൽ കൊണ്ടിട്ടിരിക്കുകയാ. അതിനൊരു അവസാനം വേണമല്ലോ ഉസ്താദേ. ഒരു നല്ല മനുഷ്യന് 3 സെന്റ് സ്ഥലം അവിടെ നിന്ന് കൊടുത്തിരിക്കുകയാ. ഇനി അതിനകത്ത് കൊട്ടാരം പണിയണ്ട, ഒരു ചെറിയ റൂം കെട്ടാനാ, ഒരു ചെറിയ റൂം കെട്ടാനാ. ആ റൂം കെട്ടിയിട്ട് അതിനകത്ത് ഇത് മുഴുവനും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപകാരമാകുമല്ലോ, ഒരു ഉപകാരമാകുമല്ലോ. പടച്ചവനെ, കടലിൽ മീൻ പിടിക്കാൻ പോയിട്ട് വരുന്നവർക്ക് പെട്ടെന്നൊന്ന് നിസ്കരിക്കണമെന്ന് തോന്നിയാൽ ആ റൂമിനകത്ത് കയറിയിട്ടൊന്ന് നിസ്കരിക്കാമല്ലോ. പടച്ചവനെ, ഇതുപോലെ ഒരു നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പരിപാടി വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ട് കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു താങ്ങാകാൻ, നിങ്ങൾക്കൊരു തണലാകാൻ പടച്ചവനെ ഒരു ചാക്ക് സിമന്റ് ആകട്ടെ, ഒരു കല്ലാകട്ടെ, കമ്പിയാകട്ടെ, നിന്നെ കൊണ്ട് കഴിയുന്നത് നിനക്ക് കൊടുക്കാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രക്ഷപ്പെടുകയാണ്. ഇന്ന് രാത്രി നിന്റെ വീട് കാണാൻ
റഹ്മാന്റെ മലക്കുകൾ കടന്നു വരികയാ, മലക്കുകളുടെ ദുആ കിട്ടുകയാ. അതുകൊണ്ട് ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. വെള്ളിയാഴ്ച രാവാ, സ്വലാത്ത് പറഞ്ഞ മജ്‌ലിസാ, റബ്ബിനോട് ദുആ ചെയ്യാ പോകുകയാ. എല്ലാവരും നല്ല മനസ്സോട് കൂടിയിരിക്കുന്ന മജ്‌ലിസാണ്. റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്യുമ്പോ കഴിയുമോ സഹോദരാ, ആരും വെറുതെ കൊടുക്കണ്ട. മരിക്കുമ്പോ ഇതുപോലെ ഒരു വെള്ളിയാഴ്ച മരിക്കണ്ടേ? മരിക്കുമ്പോ ഇതുപോലെ ഫൈസൽ ഹാദിയുടെ സഹോദരൻ ഇവിടെ നിന്ന് പറഞ്ഞല്ലോ. എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് ഈ നാട്ടിലെ മരണപ്പെട്ടവരുടെ കഥ പറഞ്ഞല്ലോ. ഉപ്പമാരേ, വാപ്പ വെള്ളിയാഴ്ച മരിച്ചാ നിനക്കൊന്നും കിട്ടൂല. നിന്റെ ഉമ്മ മരിച്ചപ്പോ ശഹാദത്ത് കലിമ പറഞ്ഞു മരിച്ചെങ്കിൽ നിനക്കൊന്നും കിട്ടൂല. എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു വെച്ചോ. കണ്ണൂർ ജില്ലയിലല്ലേ കഴിഞ്ഞ ആഴ്ച 25 വർഷക്കാലം ഗൾഫ് നാടിൽ കിടന്ന് തന്റെ ഭാര്യക്കും തന്റെ മക്കൾക്കും വേണ്ടി ജീവിച്ചിട്ട് അവസാനം രോഗം പിടിച്ച് വീട്ടിൽ വന്നു. തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ട് മരണപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞ് മയ്യത്ത് കിട്ടി. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുകയാ, ഈ മനുഷ്യൻ മരണപ്പെടാനുള്ള കാരണമെന്തെന്നറിയോ? ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. 27 കൊല്ലം തന്റെ ഭാര്യക്കും തന്റെ മക്കൾക്കും വേണ്ടി കഷ്ടപ്പെട്ട മനുഷ്യർ അവസാനം കഴിക്കാൻ ഭക്ഷണം കിട്ടാതെ റൂമിന്റെ അകത്ത് കിടന്നു പട്ടിണി കിടന്നു മരിച്ചുപോയ വാർത്ത കേട്ടവരെ, നാളെ നമ്മുടെ കുടുംബവും ഇങ്ങനെ ആകില്ലെന്നാരാ പറഞ്ഞത്? ഇന്നെല്ലാവർക്കും പണം മതിയല്ലോ. എല്ലാവരും വീടിന്റെ ATM-കളാ, എല്ലാവരും വീട്ടിലെ ATM. പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ. പേക്കൂത്ത് തീർന്നാൽ കൂത്തുകാരം മാത്രമാ. പണമുണ്ടെങ്കിൽ നിന്റെ ഭാര്യക്ക് നിന്നെ വേണം, നിന്റെ മക്കൾക്ക് നിന്നെ വേണം, നിന്റെ കുടുംബക്കാർക്ക് നിന്നെ വേണം, നിന്റെ നാട്ടുകാർക്ക് നിന്നെ വേണം, സംഘടനകൾക്ക് നിന്നെ വേണം. പക്ഷേ ഇല്ലാതെ വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും ആളെ കിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു നന്മ ചെയ്തിട്ട് പിരിഞ്ഞുകൂടെ? ആരുടെയെങ്കിലും മുന്നിൽ വലിയവനാകാനല്ലോ, പരസ്പരം തമ്മിലടിക്കാനല്ലോ, ചെളിവാരി തേക്കാനല്ലോ, ഒരു നന്മയ്ക്ക് വേണ്ടിയല്ലേ. ഈ കൂട്ടായിൽ രോഗം പിടിച്ച് കിടക്കുന്നവർക്ക് മുഴുവനും വീൽചെയർ വേണമെങ്കിൽ പോയാ പോരെ, ബെഡ് വേണ്ടവർക്ക് പോയാ പോരെ. സംഘടനകളെ നോക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനാണെന്ന ചിന്തയോട് സഹായിക്കേണ്ട കാലമല്ലേ. അതുകൊണ്ട് കൂട്ടായിലുള്ളവരോട് പറയുകയാ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, നിങ്ങളെ സഹോദരങ്ങളാ, നിങ്ങളെ സഹോദരങ്ങളാ. ഒരുമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കേണ്ടവരാ. കടലിന്റെ തിരമാലകൾ പാഞ്ഞു വരുന്ന ഈ കടലോരത്ത് കിടക്കുന്നവരാ. നിങ്ങളുടെ സംഘടനയുടെ പേരിൽ തമ്മിലടിക്കരുത്. ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ ചവിട്ടിത്തേക്കാറുള്ള ജീവിതങ്ങളായി നിങ്ങൾ മാറരുത്. നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നായി ഒരുമിച്ച് കൂടിയ നിങ്ങളൊന്ന് ഒരുമിച്ചാൽ ഈ കാണുന്ന ഈ റൂം നമുക്ക് പണിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അല്ലാഹ് മരിക്കുന്ന സമയത്ത് വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗം കണ്ടിട്ട് മരിക്കാ, സ്വർഗം കണ്ടിട്ട് മരിക്കാ. ഇതിനെക്കാളും ഒരു വലിയ പ്രതിഫലം നിനക്കില്ലല്ലോ. പടച്ചവരെ, ഈ നാട്ടുകാരുടെ ഇടയിൽ ഓടിച്ചാടി നടന്ന ഹാജി പടച്ചവര് പെട്ടെന്നല്ലേ മരിച്ചുപോയത്. താങ്ങാൻ പറ്റിയില്ലല്ലോ, ഉൾക്കൊള്ളാൻ പറ്റിയില്ലല്ലോ. ഇതുപോലെ എത്ര പേരുടെ മയ്യത്തുകൾ കണ്ടവരാണ്. അതുകൊണ്ട് എപ്പോഴെവിടെ വെച്ചാ അസ്റായിൽ വരുന്നതെന്നറിയില്ല. പ്രായമാകണമെന്നില്ല, രോഗം വരണമെന്നില്ല, മുടി നരയ്ക്കണമെന്നില്ല, ക്യാൻസർ വേണമെന്നില്ല. തുഅമ്മിലു ഫിദ്ദുനിയാ طويلا ولا تدري إلى
لا جن ليل هل تعيس إلى الفجر وكم من صحيح مات من غير إلة وكم من مريض عاش دهرا على دهري ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. അതുകൊണ്ട് മരണത്തിന് രോഗം വേണ്ട, പ്രായമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യാ പോകുകയാണ്. അതുകൊണ്ട് ഈ ദുനിയാവിലെ സ്വർഗ്ഗത്തിലിരുന്നു കൊണ്ട് അല്ലാഹു നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിനകത്ത് മനസ്സിനകത്ത് കൊടുക്കാനുള്ള ഒരു ആഗ്രഹം അല്ലാഹു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക.